കുറ്റകൃത്യം സമ്മതിക്കുന്നതും ഭാര്യയെ വീടിന്റെ ബാത്റൂമിൽ വെച്ച് വെട്ടി നുറുക്കി അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം 3 ദിവസം എടുത്താണ് ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ഇയാൾ വേവിച്ചെടുത്തത്. 3 ദിവസം എടുത്ത് ഈ ശരീരഭാഗങ്ങൾ കുക്കറിലിട്ട് തിളപ്പിച്ച് വേവിച്ച ശേഷം പാക്കറ്റുകളാക്കി മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ്, വലിച്ചെറിഞ്ഞെന്നാണ് ഇപ്പോൾ ഇയാൾ ഈ ഗുരുമൂർത്തി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും നാടിനെ നടുക്കുന്ന അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത, അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, 2025 തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ഈ കൊലപാതകം അല്ലാതെ വേറൊന്നും കേൾക്കുന്നില്ല അല്ലേ? മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു, കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി അമ്മ കുഞ്ഞിനെ കടൽഭിത്തിയിൽ അടിച്ചു കൊന്നു, ഇതൊക്കെ തന്നെ. അത് കഴിഞ്ഞ സമയത്തായിരുന്നു ഗ്രീഷ്മയുടെ കോടതി വിധി വന്നത്. അതിൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു, അവൾക്ക് വധശിക്ഷ കിട്ടിയല്ലോ എന്നോർത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആ പെണ്ണിൻ്റെ കാമുകൻ അവളെ കുത്തിക്കൊന്നു, ഒറ്റ കുത്തിനങ്ങ് കൊന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. അവനാണ് 12K ഫോളോവേഴ്സൊക്കെ ഉണ്ട്, അവൻ റീൽസൊക്കെ ഇടുന്ന പയ്യനാണ്. അതൊക്കെ കണ്ട് ഇവളെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട് സ്നേഹിച്ച് പിന്നെ കൂടി. അതിനുശേഷം അവളില്ലാതെ പറ്റില്ല എന്നായി അവന്. അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ വരുന്നു. അവളുടെ ഭർത്താവ് സാധു മനുഷ്യൻ, അമ്പലത്തിലെ പൂജാരിയാണ്. അവൻ രാവിലെ എഴുന്നേറ്റ് പൂജാകർമ്മങ്ങൾ ചെയ്യാനായിട്ട് അമ്പലത്തിലേക്ക് പോകും, അവൻ്റെ ജോലി ചെയ്യാനായിട്ട്. ഇവൾക്ക് ഇതായിരുന്നു പരിപാടി. എൻ്റെ ഫോണിൽ ഇവനുമായിട്ട് ചാറ്റ് ചെയ്യലും കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കുറേ പൈസ തട്ടിയെടുത്ത് ഇവരുടെ കയ്യിൽ നിന്ന്. പിന്നെ അത് ചോദിച്ചുകൊണ്ടുള്ള ഫോൺ വിളി. പിന്നെ അവൻ ഇടയ്ക്ക് വീട്ടിൽ വരുന്നു. പിന്നെ ബന്ധം ഉപേക്ഷിക്കാനായിട്ട് ഭർത്താവ് പറയുന്നു. എന്നാൽ ഈ കൊലപാതകമൊക്കെ നടക്കുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് തന്നെ ഇവൻ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തു. രാജീവ് എന്ന് പറയുന്ന ഈ ഇവളുടെ ഭർത്താവ് മൊഴി കൊടുത്തത്. അങ്ങനെ വന്നു വധഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് അവൻ പോയത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വന്ന് പുള്ളി കാര്യം സാധിച്ചേച്ച് അങ്ങ് പോയി. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് ഈ പെണ്ണിന്. ആ കുഞ്ഞെന്തായി? ആ കുഞ്ഞിനെ അമ്മയെ നഷ്ടപ്പെട്ടു. എന്നാൽ ഇവള് എനിക്ക് ഭർത്താവും കുട്ടിയും ഉണ്ട്, അതുകൊണ്ട് ഇവൻ്റെ കൂടെ പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് അവന് ദേഷ്യം വന്ന കാരണം. ഉടനെ അവൻ അവളെ എടുത്ത് കുത്തി അങ്ങ് കൊന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇവൻ വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കുന്നു, ചായ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷമാണ് ഇവൻ കുത്തിയേച്ചും പോയത്. ഭർത്താവാണ് ജോലിയെല്ലാം കഴിഞ്ഞ് 11 മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ഭാര്യ ബെഡ്റൂമിൽ മരിച്ചു കിടക്കുന്നു. അയാളുടെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. സ്വന്തം ഭാര്യ ഇങ്ങനെ മരിച്ചു കിടക്കണ കാണുമ്പോൾ അത് കണ്ട അയാളുടെ ഒരു അവസ്ഥ ഞാൻ അങ്ങ് ആലോചിച്ചു പോവുക. ആ കുഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പം അമ്മയില്ല, എന്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഒരുത്തി കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് 1.5 വയസ്സുള്ള കൊച്ചിനെ കടലിൻ്റെ ഭിത്തിയിലടിച്ചു കൊന്നു. എങ്ങനെയുണ്ട് ഇവർക്ക്? എന്നാൽ പിന്നെ ആ ഭർത്താവിൻ്റെ കയ്യിൽ ആ കൊച്ചിനെ അങ്ങ് ഏൽപ്പിച്ചേച്ച് അങ്ങ് പോകാൻ പാടില്ലായിരുന്നോ? ഗ്രീഷ്മ ഷാരോനെ കൊന്നു, ഒഴിവാക്കാൻ ചെയ്തതാ. അവൾക്കങ്ങ് ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് ഈ കാര്യം. എന്നാൽ ഇവൾക്ക് ഈ കുഞ്ഞിനെ കൊല്ലാതെ ഭർത്താവിൻ്റെ കയ്യിൽ വിട്ട് ഇവൾക്ക് ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ അങ്ങ് പോകാൻ മേലേ. ഇവൾക്ക് എന്തിൻ്റെ കേടായിരുന്നു വെച്ചാൽ ആ കേടങ്ങ് പോയി തീർക്കായിരുന്നു. ആ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. കുഞ്ഞിനെ ആ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവൾക്ക് പോകാമായിരുന്നല്ലോ. എന്നിട്ട് ഇവൾ നൈസായിട്ട് പോയിട്ട് കുറേ വിഷം എടുത്ത് കുടിച്ചേക്കുന്നു. ചാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ വിഷം കുടിച്ചത്. കാരണം അവൾ അല്ലെങ്കിൽ പണ്ടേ ചത്തേനെ. അവൾ ആത്മാർത്ഥമായിട്ട് ചാവണമെന്ന് വിചാരിച്ച വിഷം കുടിച്ചെങ്കിൽ അവൾ ചത്തില്ല. കാരണം അവൾക്ക് ഇതൊക്കെ വഴിതിരിച്ച് വിടാൻ വേണ്ടി ചെയ്യുന്ന ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ. അന്നേരമാണ് ഈ കേസ് നടക്കുന്നത്. ഇത് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഹൈദരാബാദിൽ മറ്റൊരു ന്യൂസ്, ഒരു അരിങ്കൊല. ഭർത്താവ് എക്സ് മിലിറ്ററി മാനാ. അയാൾ ഭാര്യയെ സംശയത്തിൻ്റെ പേരിൽ വെട്ടിക്കൊന്നു. ബാത്റൂമിലിട്ടിട്ട് അസ്ഥികളും ഇറച്ചികളും മാത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചു പൊടിച്ചു അസ്ഥികൾ. എന്നിട്ട് മാംസം എല്ലാം കുക്കറിലിട്ട് വേവിച്ച് 3 ദിവസം എടുത്തു അയാൾ ഈ പരിപാടിയെല്ലാം തീർക്കാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ കവറിലാക്കി അവിടെ ഒരു തടാകത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചു. എന്നാൽ പോലീസിന് തുടക്കത്തിൽ തന്നെ ഇയാളെ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പെണ്ണിനെ കാണുന്നില്ലെന്നും പറഞ്ഞ് പേരൻസൊക്കെ, ആ പെണ്ണിൻ്റെ പേരൻസ് പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ വന്ന് അന്വേഷിച്ചപ്പം പറയുന്നു ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭാര്യ മാറി താമസിക്കുകയാണ് എന്നാണ് നുണക്കഥകളൊക്കെ പറഞ്ഞു. 2 കുട്ടികളുണ്ട് ഇവർക്ക്. ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾ എവിടെയായിരുന്നു പോലെ അതുങ്ങൾ വേണേൽ രക്ഷപ്പെട്ടതായിരിക്കും, അല്ല അയാൾ അറിഞ്ഞുകൊണ്ട് മാറ്റിയതായിരിക്കാം, എന്തെങ്കിലും ചെയ്തായിരിക്കും, അല്ലെ പിള്ളേർ രക്ഷപ്പെട്ട് ഓടിയതായിരിക്കാം. എന്നും വീട്ടിൽ കിടന്ന കലഹമല്ലേ, പിള്ളേരെന്നാ ചെയ്യാനാ? എന്നും കിടന്ന് വഴക്കും വെക്കാണോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണെങ്കിൽ അത് കേട്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? സ്വന്തം പേരൻസ് ഇങ്ങനെ ഡെയിലി വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ, അതുങ്ങൾക്ക് വിഷമം വരത്തില്ല, അതുങ്ങൾ ഇറങ്ങിപ്പോയതായിരിക്കും വീട്ടിൽ നിന്ന്. ആ തക്കത്തിന് ആ പെണ്ണിനെ അങ്ങ് തീർത്തു. ജസ്റ്റ് 35 വയസ്സുള്ള പെണ്ണിന്. അവളെയൊക്കെ 10 വയസ്സ് കൂടുതൽ, 45 വയസ്സ്. ഈ സംശയം തന്നെ ഇതൊരു മാറാ രോഗമാണ്, ഒരു മാതിരി സൈക്കിക്കായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവർക്കൊക്കെ. ഗ്രീഷ്മയുടെ പിശാച് ചെന്ന് അവൻ്റെ തലയിൽ ചെന്ന് കയറിയും തോന്നും. ഈമാതിരി ക്രൂരത ചെയ്യാൻ എങ്ങനെ പറ്റും? നമുക്കൊരാളെ ഒന്ന് മുറിവേൽപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പെടയും. അയ്യോ ഞാനവരല്ലേ ഇത് ചെയ്തല്ലോ എന്നുള്ളൊരിത്. ഇങ്ങനെ വെട്ടിക്കൊല്ലാനൊക്കെ തോന്നുമ്പോൾ അവരുടെ മാനസിക അവസ്ഥയാണ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക. അത് വെട്ടിക്കൊന്നിട്ട് എന്നാൽ ഇറങ്ങി ഓടി പോകും അങ്ങനെയൊന്നുമല്ല. അവിടെ ഇട്ട് മുറിച്ച് കഷ്ണമാക്കി പീസാക്കി കുക്കറിലിട്ട് വേവിച്ച്, അത് കണ്ടു നിന്ന് അവൻ്റെ മനസ്ഥിതിയും. കുക്കറിലിട്ട് വേവിച്ച് അത് വെന്ത് ഉടയുന്നോടം വരെ കാത്തിരുന്ന് അത് കൊണ്ടേ കലക്കി കളയാൻ.
വെള്ളത്തിൽ. അതും പുള്ളി യൂട്യൂബ് നോക്കിയാട്ടോ പഠിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, പുള്ളി ഈ കൊലപാതകം ചെയ്തത് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ ഈ യൂട്യൂബ് തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ ഇതൊക്കെ വരും. ഇവരിടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ കൊലപാതകം കാര്യങ്ങളൊക്കെ ഇടുന്നൊന്നും ആരും ഗൈഡ് ലൈൻസിലൊന്നും പെടുത്തുന്നില്ലേ ആവുക. എനിക്കൊരു പിടിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.